കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഉത്തരം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആന. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏതാണ്? ഇളനീർ. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏതാണ്? ഇളനീർ. കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? 44. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാർ. കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട്ട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട്ട് തടാകം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? പൂക്കോട്ട് തടാകം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട്ട് തടാകം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ലാറ്ററൈറ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ്. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ കിഴക്കേ അതിരിലുള്ള മലനിരകൾ ഏതാണ്? പശ്ചിമഘട്ടം. കേരളത്തിലെ കിഴക്കേ അതിരിലുള്ള മലനിരകൾ പശ്ചിമഘട്ടം. കേരളത്തിൻ്റെ പടിഞ്ഞാറേ അതിര് എന്താണ്? അറബിക്കടൽ. കേരളത്തിൻ്റെ പടിഞ്ഞാറേ അതിര് അറബിക്കടൽ. കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ജില്ല കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവിക്കുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവിക്കുളം ദേശീയോദ്യാനം.
കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ്? കഥകളി. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം കഥകളി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാടി ബീച്ച്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ച്. കേരളത്തിലെ ആകെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മലപ്പുറം. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മലപ്പുറം.